ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മൾ ഇന്നോവയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് 2KDയെ സംബന്ധിച്ച്, 2KD എഞ്ചിൻ വരുന്ന ഇന്നോവയെ സംബന്ധിച്ച് അതിൻ്റെ ആ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന വീഡിയോയും അത് കണക്ക് തന്നെ അതിനുശേഷം വന്ന ക്രിസ്റ്റയെ സംബന്ധിച്ച് അതിൻ്റെ ആ ടൈമിംഗ് ചെയിൻ മാറുന്ന വീഡിയോസൊക്കെ ഇഷ്ടം പോലെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇന്നോവയുടെ ടൈമിംഗ് ഗിയറിൻ്റെ കാര്യമാണ്. അതെ, ടൈമിംഗ് ഗിയർ ഇന്നോവയിൽ വരുന്നുണ്ട്. അപ്പം വരുന്നത് വെച്ചാൽ 2KD എഞ്ചിൻസിലൊക്കെയാണ് ടൈമിംഗ് ഗിയർ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിംഗ് ഗിയറിൻ്റെ ടൈമിങ്ങും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ചിലർ ഇന്നോവയ്ക്ക് അങ്ങനെ ഇഞ്ചിൻ പണി വരാറില്ല എന്നൊക്കെ പറയാറുണ്ട്. സംഭവം ശരിയാണ്. പക്ഷേ പരിപാലനം, അതായത് വണ്ടി എങ്ങനെ കൊണ്ടു നടക്കുന്നു, കൃത്യമായിട്ട് ഓയിലും കാര്യങ്ങളും മാറുന്നുണ്ടോ, വണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു എഞ്ചിൻ്റെ ലൈഫ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതേസമയം കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ മറ്റൊരു വണ്ടിയേക്കാളും ഏറ്റവും കൂടുതൽ ആയുസും ഈടിച്ച് നിൽക്കുന്ന ഒരു എഞ്ചിനാണ് 2KD എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിൽ ക്രാങ്ക് ഷാഫ്റ്റ് മുതൽ പമ്പ് വരെ ടൈമിംഗ് ഗിയറാണ് വരുന്നത്. അവിടെ നിന്ന്, അതായത് ഈ ഒരു ഹൈ പ്രഷർ പമ്പിൽ നിന്ന് നേരെ വരുന്നത് ടൈമിംഗ് ബെൽറ്റാണ്. ബെൽറ്റ് വന്ന് നമ്മളെ ക്യാം ഷാഫ്റ്റിനെ കൺട്രോൾ ചെയ്യും. ക്യാം ഷാഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ ക്യാം ഷാഫ്റ്റിനെ കറക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ടൈമിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റിസ്ക്കുകളൊക്കെ കുറഞ്ഞു വരും. അതായത് ടൈമിംഗ് ചെയ്യാനായാലും ടൈം ബെൽറ്റ് ആണെങ്കിലും പൊട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കൂടിയൊക്കെ കുറഞ്ഞു വരും. കുറച്ചും കൂടെ ഈട് നിൽക്കും എന്നുള്ളതാണ്. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ടൈമിങ്ങിൻ്റെ യൂണിറ്റ് മാറുന്ന കാര്യത്തിലാണെങ്കിലും വലിയ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അതേസമയം ഇത്രയും ഭാഗത്ത് മാത്രമല്ല ഗിയർ വരുന്നത്, ഇത് ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ്. അപ്പം ഇതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ ഭാഗത്തായിട്ടും ഒരു ഗിയർ വരുന്നുണ്ട്. ഈ ഒരു ടൈമിംഗ് ബെൽറ്റ് വന്ന് നേരെ ഡ്രൈവ് കൊടുക്കുന്നത് ഇല്ലറ്റ് ക്യാം ഷാഫ്റ്റാണ്. ഇല്ലറ്റ് ക്യാം ഷാഫ്റ്റിൽ നിന്ന് എക്സോസ്റ്റ് ക്യാം ഷാഫ്റ്റിലോട്ടാണ് ആ ഡ്രൈവിനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഗിയർ വരുന്നുണ്ട്. അതായത് 1, 2, 3, 4, 5, 6 ഗിയറുകളാണ് വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു രസകരമായ സംഭവം കൂടിയുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. 6 മാത്രമല്ല, 7 വരും. 7ാമത്തെ ഗിയർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. 7ാമത്തെ ഗിയർ വരുന്നത് ഇതായിട്ടാണ് വരുന്നത്. അപ്പം ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്കിത് ഓരോ സാധനങ്ങളും എങ്ങനെയാണ് എന്താണെന്നുള്ളത് പരിചയപ്പെടാം. ഈ കാണുന്നത് ഇതിൻ്റെ ഓയിൽ പമ്പാണ്. ഓയിൽ പമ്പിന് ഡ്രൈവ് കിട്ടുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ്. ഈ കാണുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ഗിയറുകൾക്കും ഡ്രൈവ് കിട്ടുന്നത്. ഈ കാണുന്ന ഓയിൽ പമ്പാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിന് ആവശ്യമുള്ള ഓയിലിനെ എല്ലാ ഭാഗത്തേക്കും പ്രഷറോടുകൂടി സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഓയിൽ പമ്പിൻ്റെ ഇതിൽ ഒരു ടൈമിംഗ് വരുന്നുണ്ട്. ഇത് കാണാൻ പറ്റുമോ എന്നറിയാൻ വയ്യ കൃത്യമായിട്ട്. ഒരു ടീത്തിൻ്റെ ഇടയിൽ നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും. 1 എന്നും പറഞ്ഞ് മാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ ഇടയിലോട്ട് ഒരു ടീത്തിൽ 1 എന്നും പറഞ്ഞ് മാർക്കിങ്, 1 എന്നും പറഞ്ഞ് മാർക്കിങ്. ആ മാർക്കിങ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ റീഡറാണ്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൻ്റെ റീഡറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഗിയർ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഈ ഗിയറിൽ നിന്ന് ഒരു ഐഡൽ ഗിയറിലോട്ട് ഇതിൻ്റെ റൊട്ടേഷൻ പോവുകയാണ്, അതായത് ഡ്രൈവ് പോവുകയാണ്. ഈ ഒരു ഐഡൽ പുള്ളിക്ക് ഒരു ടെൻഷൻ വരുന്നുണ്ട്. ഈ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കട്ടിങ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ടെൻഷൻ കൊടുത്തുകൊണ്ട്, അതായത് ഒരു സ്പ്രിങ് ലോഡ് ചെയ്ത് ടെൻഷൻ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു ഗിയറുണ്ട്. ആ ഗിയർ വന്നിട്ട് ഈ ഒരു ഹോൾ കണ്ട, ഈ ഹോളിൽ നമ്മൾ ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്ത് നിർത്തണം. അത് കൊടുത്തേക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി ഓടുമ്പോഴും സ്പീഡിലും മറ്റൊക്കെ ഓടുമ്പോഴത്തേക്ക് ഈ ഗിയറുകൾക്കിടയിൽ വരുന്ന ചെറിയ പ്ലേ, വളരെ നൈസായിട്ടുള്ള പ്ലേ കാരണം അടിച്ചടിച്ച് ഗിയറുകൾക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനമാണ്. ഈ ഒരു ഐഡൽ പുള്ളിക്ക് ടൈമിംഗ് വെച്ചേക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ 5 എന്നൊരു മാർക്കിംഗ് ഉണ്ട്. ഇതിൽ 5 2 ടീത്തിൻ്റെയും ഇടയിലൊരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പിലോട്ട് ഈ 5 എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ടീത്ത് കയറ്റി വെച്ച് സെറ്റാക്കിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു പുള്ളിയുണ്ടോ, ഇത് ഒരു ബെയറിങ്ങോട് കൂടി വലിയൊരു പുള്ളിയുണ്ടോ, ഈ പുള്ളി ഡ്രൈവ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മളെ വാഹനത്തിൻ്റെ ഹൈ പ്രഷർ പമ്പിലാണ്. ഈ കാണുന്നതാണ് ഹൈ പ്രഷർ പമ്പ്. അതായത് നമ്മളെ വാഹനത്തിൻ്റെ ഡീസലിനെ ഹൈ പ്രഷർ ചെയ്ത് നേരെ കോമൺ റെയിലോട്ട് എത്തിക്കുന്നത് ഈ കാണുന്ന ഹൈ പ്രഷർ പമ്പാണ്. അപ്പം ഹൈ പ്രഷർ പമ്പിൻ്റെ ഡ്രൈവ് കൊടുക്കുന്ന ആ ഒരു ഗിയറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഗിയറിൽ മാർക്കിങ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 4. ഇതിൽ ഒരു ടീത്തിൽ 4ഉം ഈ ഒരു ന്യൂട്രൽ പുള്ളിയുടെ 2 ടീത്തുകൾക്കായിട്ട് 4 ഇതിൻ്റെ ഇടയിലേക്ക് ആ ഒരു 4 എന്ന് എഴുതിയ ഒരു ടീത്ത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ 1, 2, 3, 4 5ാമത്തെ ആൾ ഇരിക്കുന്നു. ഇത് വണ്ടിയുടെ വാക്വം പമ്പാണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു പമ്പ് കണ്ടോ,
ഇത് ഈ ഒരു വാഹനത്തിൻ്റെ അതായത് നമ്മളെ വണ്ടിയുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പ്രഷർ പമ്പാണ്. അതായത് പവർ സ്റ്റിയറിങ്ങിന് ആവശ്യമുള്ള ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കുന്ന ഒരു പമ്പാണ് ഈ കാണുന്നത്. ഈ ഒരു പമ്പിന് ഡ്രൈവ് കിട്ടുന്നത് ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ രീതി ഉണ്ടോ, വലിയ ഡോ ഗിയർ പോലെ വലിയ രീതിയിൽ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുകയാണ് എന്നുണ്ടോ. ഇത് ടൈമിംഗ് കവറെല്ലാം വെച്ചതിന് ശേഷമാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഈ ഒരു വാഹനത്തിൻ്റെ വാക്വം പമ്പാണ്. ഇതിന് ബ്രേക്കിനും അത് കണക്കിന് ന്യൂമാറ്റിക് കൺട്രോളിനൊക്കെ വാക്വം കൊടുക്കുന്ന വാക്വം പമ്പാണ്. ഇതിനുള്ളിലേക്ക് ഇത്തരത്തിൽ കയറ്റി വയ്ക്കും കണ്ടോ. ഈ രീതിയിൽ വരും. ഇപ്പം നമ്മൾ ഈ ഒരു വാഹനത്തിന് ഈ ന്യൂട്രൽ പുള്ളിയിൽ നിന്ന് ഡ്രൈവ് ഈ ഒരു ഗിയറിലോട്ട് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ സംവിധാനവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ഭാഗത്ത് വരുന്ന ഗിയറുകളോട് കൂടി ഇത് അവസാനിക്കുന്നില്ല. നേരെ വരുന്നത് ഈ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഗിയറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇപ്പം ഈ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്ന ഭാഗത്തായിട്ടാണ് ഇല്ലറ്റ് ക്യാം ഷാഫ്റ്റ് വരുന്നത്. ഈ ക്യാം ഷാഫ്റ്റിൽ 1 2 3 4 5 6 7 8 ക്യാം ലോബുകളാണ് വരുന്നത്. ഇരട്ട് 16 ക്യാം ലോബുകളാണ് വരുന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൽ 16 വാൽവുകളുണ്ട്. ഒരു സിലിണ്ടറിൽ 2 വാൽവുകളാണ് വരുന്നത്. 2 ഇല്ലറ്റും 2 എക്സോസ്റ്റുമാണ് വരുന്നത്. ഗിയറിൻ്റെ ടൈമിംഗ് ഇന്ന് ബെൽറ്റ് ഡ്രൈവ് ആയതിനു ശേഷം ബെൽറ്റിൻ്റെ ആ ഒരു ടൈമിംഗ് നേരെ വന്ന് ഡ്രൈവ് കൊടുക്കുന്നത് ഇല്ലറ്റ് ക്യാം ഷാഫ്റ്റിനാണ്. ഇല്ലറ്റ് ക്യാം ഷാഫ്റ്റിൻ്റെ ഡ്രൈവിന് എക്സോസ്റ്റ് ക്യാം ഷാഫ്റ്റിനും കൂടെ നൽകാനായിട്ടാണ് ഈ ഒരു ഗിയർ സംവിധാനം കൊടുത്തേക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് ടൈമിംഗ് വെച്ച് വേണം ഇത് അറേഞ്ച് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇതിൽ ഓയിൽ കൂളറുണ്ട്. പലർക്കും ഇന്നോവയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഓയിൽ കൂളർ ഇന്നോവയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ടിപ്പിക്കൽ മറ്റ് വാഹനങ്ങൾ വരുന്ന കണക്കൊരു ഓയിൽ കൂളറല്ല. എഞ്ചിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തോട്ട് കണ്ടോ, ഇതിൽ കൂളൻ്റ് പാസ്സാവുന്ന ഒരു ഭാഗമാണ്. അപ്പം ഈ ഭാഗത്തോട്ടാണ് ഇതിൻ്റെ ഓയിൽ കൂളർ കയറ്റി വെക്കുന്നത്. ഓയിൽ കൂളർ വരുന്നത് ഈ ഒരു സെറ്റപ്പിലാണ് കണ്ടോ. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ കൂളർ വരുന്നത്. അങ്ങനെ കണ്ട് പെട്ടെന്നൊന്നും ഡാമേജ് ആവാത്ത രീതിയിലുള്ള ഒരു ഓയിൽ കൂളറാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓയിൽ പാസ് ചെയ്യുന്നത്. ഇതിലേ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓയിൽ കണ്ടോ. ഇതിൻ്റെ പുറത്തുകൂടെ നല്ല രീതിയിൽ വെള്ളം പാസ് ചെയ്യും. അപ്പം ഓയിൽ സ്വാഭാവികമായിട്ട് തണുക്കും. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഈടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് തീർച്ചയായിട്ടും ഈ കാണുന്നത്. കാര്യം വെച്ചാൽ ഓയിൽ കൂളർ പല വാഹനങ്ങൾക്കും പല രീതിയിൽ പെട്ടെന്ന് കേടായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളിലൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ ഇത്തരം കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതാണ് ഇതിൻ്റെ ഒരു ടൈമിംഗ് ഗിയറിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.